സകല സ്തുതിയും. സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ. നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗഭ്രഷ്ടരുത്തൻ വഴിയിലുമല്ല. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. Welcome, AUM Study Circle, Ministry Mission AS, PACE, MESO, Civil Service Films Mains, Indian History, Modern India. Buddhiman Committee, 1924. Buddhiman Committee, 1924. The British government had set up a committee under Sir Alexander Buddhiman, which was popularly known as Buddhiman Committee, to meet the demand of Indian leaders and in view of a resolution adopted by Swaraj Party in early 1920s. The committee was consisting 4 Indian members other the British members. സർ അലക്സാണ്ടർ വുഡിം എന്ന ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു ഗവർണർ ജനറലിന്റെ പേരിലാണ് മുച്ചിന്മാൻ കമ്മിറ്റി എന്നറിയുന്നത്. അത് 1924 വരുന്നത്. അതിന്റെ കാരണം സ്വരാജ് പാർട്ടിയുടെ, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ സ്വരാജ് പാർട്ടിയുടെ ഒരു സമരമുറകളും സമരമുറകളും കണ്ടിട്ട് അന്നത്തെ ആ സമയത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അധിപനായിരുന്ന സർ അലക്സാണ്ടർ വുഡിങ്ങിന്റെ കുറേയധികം കമ്മിറ്റിയില്, അല്ലെങ്കിൽ സ്വരാജ് പാർട്ടിയിൽ നിന്ന് കുറെ അംഗങ്ങളെ ചേർത്തിട്ട് ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു രീതികളും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി ഒരു കമ്മിറ്റിയാണ് മുച്ചിന്മാൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അതില് ഇന്ത്യൻ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്രിട്ടീഷ് മെമ്പേഴ്സും കൂടെ. ഇന്ത്യൻ നേതാക്കളുടെ ആവശ്യം നിറവേറ്റുന്നതിന് 1920കളുടെ തുടക്കത്തിൽ സ്വരാജ് പാർട്ടി അംഗീകരിച്ച പ്രമേയം കണക്കിലെടുക്കുന്നതിനും ബ്രിട്ടീഷ് സർക്കാർ അലക്സാണ്ടർ വുഡിന്റെ കീഴിൽ മുച്ചിന്മാൻ കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കും. ബ്രിട്ടീഷ് അംഗങ്ങൾ ഒഴികെയുള്ള 4 ഇന്ത്യൻ അംഗങ്ങൾ അടങ്ങിയിരിക്കുന്നതായിരുന്നു ഈ സമിതി. Indian members of the committee, Sir Shivaswamy Iyer, Dr. R.P. Paranjabi, Sir Tajmuddin Sapru, Muhammad Ali Jinnah. The concept behind the appointment of the committee for making an investigation on diarchy issue on constitution into the working of the constitution of set up in 1921 under the Indian Council Act of 1990. The report was submitted in 1925 that consisted of 2-part majority and
മൈനോറിറ്റി. ഈ കമ്മിറ്റിയിലുള്ള 4 ഇന്ത്യൻ മെമ്പേഴ്സ് സർ ശിവസ്വാമി അയ്യർ, ഡോക്ടർ R.P. പരഞ്ചപ്പി, സർ തജിബുദ്ദീൻ സപ്രു, മുഹമ്മദ് അലി ജിന്ന, ഇങ്ങനെ 4 പേരാണ് ഈ മെമ്പർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്റ്റ് ഇഷ്യൂ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്കിംഗ്, അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു അത് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയായിരുന്നു. 1921 കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. അതായത് 1919 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം 21 കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ആക്കുക. അങ്ങനെ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 1925 2 പാർട്ടായിട്ട് മെജോറിറ്റി മൈനോറിറ്റി റിപ്പോർട്ടായിട്ട് ഇത് മാറി. കമ്മിറ്റിയുടെ ഇന്ത്യൻ അംഗങ്ങൾ സർ ശിവസ്വാമി അയ്യർ, ഡോക്ടർ R.P. പരഞ്ചപ്പ, സർ തജിബുദ്ദീൻ സപ്രു, മുഹമ്മദ് അലി ജിന്ന. 1919 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം 1921 രൂപീകരിച്ച ഭരണഘടനയെക്കുറിച്ച് ഡയാർക്കി വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതിന് സമിതിയെ നിയോഗിച്ചിരുന്നതിനു പിന്നിലെ ആശയം 1925 റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ 2 ഭാഗങ്ങളാണ് ഉള്ളത്: ഭൂരിപക്ഷം, ന്യൂനപക്ഷ റിപ്പോർട്ട്. The majority report. It consisting of official and loyalty declare the diarchy has not been established. They also felt that the system had not been given a fair trial and hence recommended only minor changes. The minority report, it consisting of a only non-official intent, stated that the Act of 1919 has failed. It also opened that what was needed was the constitution framed on a permanent basis with the provision of automatic progress in future. അപ്പോൾ ഇതിൽ മജോറിറ്റിയും മൈനോറിറ്റി 2 റിപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ മജോറിറ്റി റിപ്പോർട്ടിൽ കൺസിഡർ ഒഫീഷ്യൽ ആൻഡ് ലോയൽറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മൈനോറിറ്റിയിൽ വരുമ്പോഴത്തേന് നോൺ ഒഫീഷ്യൽസിനെയാണ് വരുന്നത്. അങ്ങനെയാണ് ഇത് 2 റിപ്പോർട്ടായിട്ട് മാറുന്നത്. അത് മജോറിറ്റിയും മൈനോറിറ്റി റിപ്പോർട്ടും മാറുന്നത്. ഭൂരിപക്ഷ റിപ്പോർട്ട് ഉദ്യോഗസ്ഥരും വിശ്വസ്തരും അടങ്ങിയിരിക്കുന്നതാണ് ഡയാർക്കി സ്ഥാപിച്ചിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചത്. സിസ്റ്റത്തിന് ന്യായീയമായ ഒരു ട്രയൽ നൽകിയിട്ടില്ലെന്നും അതിനാൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ശുപാർശ ചെയ്തിട്ടുള്ളൂ എന്നും അവർക്ക് തോന്നി. ന്യൂനപക്ഷ റിപ്പോർട്ട് 1919 നിയമം പരാജയപ്പെട്ടുവെന്ന് നോൺ ഒഫീഷ്യൽസിന് ഇന്ത്യക്കാർ മാത്രം ഉൾക്കൊള്ളുന്നു. ഭാവിയിൽ യാന്ത്രികപരമായ പുരോഗതിക്കായി ഒരു വ്യവസ്ഥയുള്ള ഒരു ഭരണഘടന സ്ഥിരമായി അടിസ്ഥാനത്തിൽ രൂപീകരിക്കേണ്ടതുണ്ടെന്നും ഇത് അഭിപ്രായം. Recommendation of Muttiman Committee. First, condemned diarchy and recommended minor changes in the duties of non-official intents. Second, recommended fundamental changes in the structure of the Government of India Act 9 of 1990. It therefore recommended the appointment of Royal Commission. Lord Birkenhead, the Secretary of State of India, said that action would take on the basis of majority report. 1919 ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അറിയപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ചെറിയ ഫണ്ടമെന്റൽ ചേഞ്ചസ് വരുത്താനും അതുപോലെ തന്നെ ഡയറക്കിയിൽ നോൺ ഒഫീഷ്യൽസിന്റെ മൈനർ ചേഞ്ചസ് വരുത്താനും ഒക്കെയുള്ള ഒരു ചെറിയ റെക്കമെൻഡേഷൻ ആയിരുന്നു മുറ്റിന്മാൻ കമ്മിറ്റി മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ. മുറ്റിന്മാൻ കമ്മിറ്റിയുടെ ശുപാർശകൾ ഡയറക്കിയെ അപലപിക്കുകയും ഔദ്യോഗികമല്ലാത്ത ഇന്ത്യക്കാരുടെ ചുമതലകൾ ചെറിയ മാറ്റങ്ങൾ ശുപാർശ ചെയ്യുകയും ചെയ്തു. 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ടിലെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ശുപാർശ ചെയ്യുന്നു. അതിനാൽ റോയൽ കമ്മീഷനെ നിയമിക്കാൻ ശുപാർശ ചെയ്തു. ഭൂരിപക്ഷ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണമെന്ന് ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറി ലോർഡ് ബെർക്കൻഹെഡ് പറഞ്ഞു.
Next, Baltar Committee. Baltar Committee. The Indian State Committee appointed a committee under the chairmanship of Sir Harcourt Baltar, which was popularly known as the Baltar Committee. They investigate and clarify the relation between the paramount power and princes of princely state in AD 1927. The committee visited 16 states and submitted its report in 1929. ഈ ബൾട്ടർ കമ്മിറ്റിയിൽ പറയുന്നത് ഇതിൽ അപ്പോയിന്റ്മെന്റ് ചെയ്ത ചെയർമാൻഷിപ്പ് സർ ഹർക്കോട്ട് ബൾട്ടറിനെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഈ കമ്മിറ്റിയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാരാമൗണ്ട് പവർ ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റിലെ പവർ. 1927 ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ 16 സ്റ്റേറ്റിൽ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കമ്മിറ്റിയിൽ വന്നിരിക്കുന്നത്. 1927 പരമോന്നത കക്ഷിയും രാജകുമാരന്മാരും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കുന്നതിനും വ്യക്തമാക്കുന്നതിനുമായി ബൾട്ടർ കമ്മിറ്റി എന്നറിയപ്പെടുന്ന സർ ഹർക്കോട്ട് ബൾട്ടറുടെ അധ്യക്ഷതയിൽ ഇന്ത്യൻ സംസ്ഥാന സമിതി ഒരു സമിതിയെ നിയോഗിച്ചു. കമ്മിറ്റി 16 സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് സമർപ്പിച്ച അതിന്റെ റിപ്പോർട്ടിൽ 1929 സമർപ്പിച്ചു. Recommendation of the committee. The relationship of the paramount power with the state was not merely a contractual relationship, but a living, growing relationship shaped by the circumstance and policy resting on the mixture of the history and theory. Second, British paramountcy preserved the princely state. Third, the state should not be transferred without their own agreement to a relationship with a new government in British India responsible to an Indian legislature. ഈ കമ്മിറ്റിയിൽ റെക്കമെൻഡേഷൻ വന്നത് പ്രിൻസ്ലി സ്റ്റേറ്റും അല്ലെങ്കിൽ പാരാമൗണ്ട്സിയും തമ്മിൽ ഒരുപാട് ആഴമേറിയ ബന്ധമാണെന്നും അതുപോലെ തന്നെ ഒരു എഗ്രിമെന്റ് പുറത്താണ് ഈ രണ്ട് രീതികളും ഈ 16 സ്റ്റേറ്റുകളും നടക്കുന്നതെന്നാണ് ഒരു റെക്കമെൻഡേഷനാണ് ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. സമിതിയുടെ ശുപാർശ. ഭരണകൂടവുമായുള്ള പരമശക്തിയുടെ ബന്ധം കേവലം ഒരു കരാർ ബന്ധവുമല്ല, മറിച്ച് സാഹചര്യങ്ങളുടെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന വളരുന്ന ഒരു ബന്ധമാണ്. ചരിത്രത്തിന്റെയും സിദ്ധാന്തത്തിന്റെയും മിശ്രണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ബ്രിട്ടീഷ് പാരമൗണ്ട്സി നാട്ടുരാജ്യത്തെ സംരക്ഷിക്കുന്നു. ഇന്ത്യൻ നിയമസഭയുടെ ഉത്തരവാദിത്വമുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു പുതിയ സർക്കാരുമായുള്ള ബന്ധത്തിലേക്ക് സ്വന്തം കരാറില്ലാത്ത സംസ്ഥാനം കൈമാറും. Conclusion. The committee was formed to inquire into a relationship between the Indian state and the paramount power and to suggest way and means for more satisfactory adjustment of the existing relation between them and British India. അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിയുടെ നമുക്കൊരു സംഗ്രഹത്തിൽ എത്തുകയാണെങ്കിൽ ഇന്ത്യയും ഇന്ത്യൻ സ്റ്റേറ്റും അതുപോലെ തന്നെ ബ്രിട്ടീഷിലെ ഒരു പവറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ലൊരു ബന്ധമായിട്ട് ലാസ്റ്റ് മാറുകയാണ് ചെയ്തതെന്ന് നമുക്ക് പറയാം. ഉപസംഹാരം. ഇന്ത്യൻ സംസ്ഥാനങ്ങളും പരമോന്നത ശക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും അവയും ബ്രിട്ടീഷ് ഇന്ത്യയും തമ്മിൽ നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ തൃപ്തികരമായ ക്രമീകരണത്തിനുള്ള വഴികളും മാർഗങ്ങളും നിർദ്ദേശിക്കുന്നതിനാണ് സമിതി രൂപീകരിച്ചത്. നെക്സ്റ്റ്, ദി സൈമൺ കമ്മീഷൻ. Simon Commission was constituted under the leadership of Sir John Simon to look into the functioning of the constitutional system in India and suggest changes. It was officially known as the Indian Statutory Commission and consists of the 4 constitutive, 2 laboratives and 1 liberal member from the British Parliament. ഈ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന്
നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെപ്പറ്റി നിരീക്ഷിക്കാൻ വേണ്ടി വന്നൊരു കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. ഇതില് 4 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് കൺസർവേറ്റീവ് പാർട്ടിയും 2 ലിബർട്ടറിയും ആൻഡ് 1 ലിബറൽ മെമ്പറുമായിരുന്നു ഉണ്ടായിരുന്നു. ഇതിനെ മറ്റൊരു പേര് പറഞ്ഞ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന് കൂടെ പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഭരണഘടനാ സംവിധാനത്തിന്റെ പ്രവർത്തനം പരിശോധിക്കാനും മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും സർ ജോൺ സൈമന്റെ നേതൃത്വത്തിലാണ് സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത്. ഔദ്യോഗികമായി ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നറിയപ്പെടുന്നു. അതിൽ 4 യാഥാസ്ഥിതികരും 2 തൊഴിലാളികളും ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഒരു ലിബറൽ അംഗവും ഉൾപ്പെടും. The British government appointed a commission to inquire into the working of the Government of India Act of 1919 and to suggest further reform in the system of the administration. The commission is also known as the Simon Commission. After Sir John Simon, who headed it appointed came a rude stop to the Indian people. The members of the commission were all Englishmen and not a single Indian was included in it. The government showed no inclination of accepting the demand of Swaraj. The composition of the commission confirmed the fear of the Indian people. The appointment of the commission sparked off a wave of protest all over the country. ഇതിന്റെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം 1919 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഇതില് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതില് ആ നിയമങ്ങളെല്ലാം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ളൊരു കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ. ഇത് ഹെഡ് ചെയ്തത് അല്ലെങ്കിൽ ഇതിന് കമ്മീഷന് നേതൃത്വം കൊടുത്തത് സർ ജോൺ സൈമൺ. 1919 ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അന്വേഷിക്കാനും ഭരണ സംവിധാനത്തിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനും ബ്രിട്ടീഷ് സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിച്ചു. ഈ കമ്മീഷനെ സൈമൺ കമ്മീഷൻ എന്ന് വിളിക്കുന്നു. ഇതിന്റെ നിയമനം ഇന്ത്യൻ ജനതയെ വല്ലാതെ ഞെട്ടിച്ചു. കമ്മീഷനിലെ അംഗങ്ങളെല്ലാം ഇംഗ്ലീഷുകാരായിരുന്നു. ഒരു ഇന്ത്യക്കാരനെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്വരാജിന്റെ ആവശ്യം അംഗീകരിക്കുന്നതിനാൽ സർക്കാർ ചായ്വ് കാണിച്ചില്ല. കമ്മീഷന്റെ ഘടന ഇന്ത്യൻ ജനതയുടെ ആശയങ്ങൾ സ്ഥിരീകരിച്ചു. കമ്മീഷന്റെ നിയമനം രാജ്യമെമ്പാടും പ്രതിഷേധത്തിന്റെ അലയൊലികൾ അടിച്ചു. In 1927, the annual session of the Congress was held at Madras. It decided to boycott the commission. The Muslim League also decided the boycott of the commission. The commission arrived in India on 3rd February 1928. On that day, the entire country observed a hartal. In the afternoon, on that day, meetings were held all over the country to condemn the appointment of the commission and to declare that the people of India would have nothing to do with it. Therefore, firing the demonstration in Madras and lathi charge at many places. The commission faced massive protest, demonstration and hartal whatever it went. The Central Legislative Assembly decided by the majority that it would have nothing to do with the commission. All over the country, the cry of Simon go back was raised. അങ്ങനെ 1927 ഇതിന്റെ ആനുവൽ സെഷനില് കോൺഗ്രസിന്റെ ആനുവൽ സെഷനില് മദ്രാസിൽ നടന്നപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ടും അല്ലെങ്കിൽ ഈ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി അന്നത്തെ ജനതയോട് അന്നത്തെ കോൺഗ്രസ് സെഷനിൽ ആവശ്യപ്പെട്ടു. അതിൽ ആദ്യം മുസ്ലിം ലീഗാണ് ഇതൊരു ഡിസൈഡ് ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും 1928 ഫെബ്രുവരി 3 കമ്മീഷൻ ഒരു മീറ്റിംഗ് നടത്തുകയും അതിനോടനുബന്ധിച്ച് അവിടെ ലഹള നടക്കുകയും ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിക്കുകയും അതുപോലെ തന്നെ ലാത്തി ചാർജും പോലീസിന് നടപടി ഒരുപാട് പോലീസിന്റെ നിഷ്ഠൂരമായ കാര്യങ്ങളൊക്കെ അവിടെ നടത്തുകയുണ്ടായി. അങ്ങനെ മാസീവായിട്ടൊരു രീതിയിലുണ്ടായ സംഭവം. അതിന്റെ കൂടെ തന്നെ ഒരുപാട് പേര് സൈമൺ ഗോ ബാക്ക് എന്നൊരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ്
ഈ സമരത്തെ അല്ലെങ്കിൽ ഈ ഒരു മീറ്റിങ്ങിനെ എതിർത്തുകൊണ്ട് ജനങ്ങൾ മുന്നിട്ടിറങ്ങി. 1927 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം മദ്രാസിൽ നടന്നു. കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. കമ്മീഷൻ ബഹിഷ്കരിക്കാനും മുസ്ലിം ലീഗ് തീരുമാനിച്ചിരുന്നു. 1928 ഫെബ്രുവരി 3 കമ്മീഷൻ ഇന്ത്യയിലെത്തിയത്. അന്ന് രാജ്യം മുഴുവൻ ഒരു ഹർത്താൽ ആചരിച്ചു. അന്ന് ഉച്ചതിരിഞ്ഞ് കമ്മീഷന്റെ നിയമനത്തെ അപലപിക്കാനും ഇന്ത്യയിലെ ജനങ്ങൾ ഇതുവരെ യാതൊരു ബന്ധവുമില്ലെന്ന് പ്രഖ്യാപിക്കാനും രാജ്യമെമ്പാടും യോഗം ചേർന്നു. മദ്രാസിലെ പ്രകടനങ്ങൾക്ക് നേരെ വെടിവയ്പും പലയിടത്തും ലാത്തിചാർജും ഉണ്ടായി. കമ്മീഷൻ എവിടെ പോയാലും വൻ പ്രതിഷേധ പ്രകടനങ്ങളും ഹർത്താലുകളും നേരിട്ടു. കമ്മീഷനുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കേന്ദ്ര നിയമസഭ ഭൂരിപക്ഷം തീരുമാനിച്ചു. രാജ്യമെമ്പാടും സൈമൺ ഗോ ബാക്ക് എന്ന നിലവിളി ഉയർന്നു. The police restored the repressive measures. Thousands of people were brutal up. It was during the demonstration that the great leader Lala Lajpat Rai, who was popularly known as the Sher-I-Punjab, was severely assaulted by the police. In Lucknow, he died of the injuries inflicted on him by the police. In Lucknow, Nehru and Govinda Ballabha Pant were suffered blows of police lathis. The lathis blow clipped Govind Ballabha Pant for life. അങ്ങനെ ഇതൊരു മാസീവ് സ്ട്രൈക്കായിട്ട് പിന്നീട് മാറുകയും അതിൽ നിന്ന് ഒരുപാട് പേർ നെഹ്റു, ലാലാ ലജ്പത് റോയ്, അതുപോലെ തന്നെ ഗോവിന്ദ് വല്ലഭായ് പന്ത്, അങ്ങനെ നിരവധി ആളുകൾ ഇതിലൂടെ സമരമുഖത്തിൽ ഇറങ്ങുകയും അതുപോലെ തന്നെ അതില് ലാലാ ലജ്പത് റോയ്ക്ക് മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. ഒരുപാട് പേര് മരിക്കുകയും അങ്ങനെ ലാത്തിചാർജും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സമരമായിരുന്നു. ഈ ഒരു സൈമൺ കമ്മീഷന്റെ എതിരായിട്ട് ഇന്ത്യയിൽ ഉടലെടുത്തു. അടിച്ചമർത്തൽ നടപടികളാണ് പോലീസ് അവലംബിച്ചത്. ആയിരക്കണക്കിന് ആളുകളെ മർദ്ദിച്ചു. ഈ പ്രകടനത്തിനായി നെടുകയാണ് ഷേർ-ഇ-പഞ്ചാബ് എന്നറിയപ്പെടുന്ന മഹാനായ നേതാവ് ലാലാ ലജ്പത് റോയ് പോലീസ് കഠിനമായി ആക്രമിച്ചു. ഇയാൾക്ക് പരിക്കേറ്റത് പോലീസിന്റെ ഈ അടിയുടെ ഫലമായി. ലക്നൌവിൽ നെഹ്റു, ഗോവിന്ദ് വല്ലഭായ് പന്ത് എന്നിവരുടെ പോലീസ് ലാത്തികളുടെ പക്ഷമേറ്റത്. ഗോവിന്ദ് വല്ലഭായ് പന്തിന് ജീവിതകാലം മുഴുവൻ തകർന്നു ഇങ്ങനത്തെ ഒരു ആക്രമണത്തിന്റെ ഫലം. In the agitation against the Simon Commission, the Indian people once again show their unity and determination of freedom. They now prepared themselves for bigger struggle. The Congress session at Madras, which was presided of the Dr. M.A. Ansari, had passed a resolution which declared the attainment of the complete independence as the goal of the Indian people. The resolution was moved by Nehru and supported by S. Satyamurthy. Meanwhile, the organization called the Indian Independence League had been formed to press to demand for their complete independence. The league was led by the number of important leaders like Jawaharlal Nehru, Subhash Chandra Bose, Srinivasa Iyengar, Satyamurthy and Sarath Chandra Bose, elder brother of Subhash Chandra Bose. അങ്ങനെ ഈ ഒരു രീതി തുടർന്നപ്പോൾ ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇതിലും കൂടുതലായിട്ടുള്ള സമരമുറകൾ നന്നായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കണം എന്നൊരു കാര്യം മദ്രാസിലെ കോൺഗ്രസ് സെഷനില് ഡോക്ടർ M.A. അൻസാരി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. അതിനോടനുബന്ധിച്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്നൊരു ഓർഗനൈസേഷൻ രൂപീകരിക്കുകയും അതിന്റെ തൽഫലമായിട്ട് ഇന്ത്യ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആകാൻ വേണ്ടി നേതൃത്വത്തിൽ സമരമുഖങ്ങളും ഉണ്ടായി. ഇതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ശ്രീനിവാസ അയ്യങ്കാർ, സത്യമൂർത്തി, അതുപോലെ ശരത് ചന്ദ്ര ബോസ്, അതുപോലെ എൽഡർ സുഭാഷ് ചന്ദ്രബോസ് എന്നിവര് ഇതിന് നേതൃത്വം നൽകി.
സൈമൺ കമ്മീഷനെതിരെ പ്രക്ഷോഭത്തിൽ ഇന്ത്യൻ ജനത വീണ്ടും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഐക്യവും ദൃഢനിശ്ചയവും കാണിച്ചു. അവർ ഇപ്പോൾ ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറാണ്. സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കൈവരിക്കുന്നത് എന്നാണ് ഇന്ത്യൻ ജനതയുടെ ലക്ഷ്യമായി പ്രഖ്യാപിക്കുന്ന പ്രമേയം മദ്രാസിൽ നിന്ന് കോൺഗ്രസ് സമ്മേളനത്തിൽ ഡോക്ടർ പ്രമേയം നെഹ്റു നീക്കി. എസ് സത്യമൂർത്തി പിന്തുണച്ചു. അതേസമയം സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന സംഘടന രൂപീകരിച്ചു. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ശ്രീനിവാസ അയ്യങ്കാർ, സത്യമൂർത്തി, സുഭാഷ് ചന്ദ്രബോസിന്റെ മൂത്ത സഹോദരൻ ശരത് ചന്ദ്രബോസ് എന്നിവരാണ് ലീഗിന് നേതൃത്വം നൽകിയത്. In December 1928, the Congress met at Calcutta under the presidency of Motilal Nehru. At the session, Jawaharlal Nehru, Subhash Chandra Bose, and many others urged the Congress to demand complete independence. The Congress, however, passed a resolution demanding domination status. This means less than complete independence, but it was declared if the domination status were not granted within 1 year. The Congress would demand complete independence and would launch a mass movement of achieve it. The Independence League continues a rally to people behind the demand of complete independence throughout 1929. The mood of the people throughout the country has changed by the time of Congress held its next annual session. അങ്ങനെ 1928 കോൺഗ്രസ് കൽക്കട്ടയിൽ നടന്നപ്പോൾ അതിലെ പ്രസിഡന്റ് മോട്ടിലാൽ നെഹ്റു ആണ്. അങ്ങനെ ഈ സെഷനിലെല്ലാം ഉണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഒരു മൂവ്മെന്റ് അന്ന് മുതൽ ആരംഭിക്കുകയും 1929 വരെ നീണ്ടു നിന്ന ഒരു സമരങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കുന്നതായിരുന്നു 1928 കൽക്കട്ട സെഷൻ. 1928 ഡിസംബറിൽ മോട്ടിലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കൊൽക്കത്തയിൽ കോൺഗ്രസ് യോഗം ചേർന്നു. ഈ സെഷനിൽ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നിരവധി പേര് കേട്ട പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിലാക്കി. എന്നിരുന്നാലും ആതിഥ്യ പദവി ആവശ്യപ്പെട്ട് പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തെക്കാൾ കുറവാണ്. എന്നാൽ ഈ വർഷത്തിനുള്ളിൽ ആധിപത്യ പദവി അനുവദിച്ചില്ലെങ്കിൽ കോൺഗ്രസ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുമെന്നും അത് നേടിയെടുക്കുന്നതിന് ഒരു ബഹുജന പ്രസ്ഥാനം ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ലീഗ് 1929 ഉടനീളം സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടിരുന്നു. കോൺഗ്രസിന്റെ അടുത്ത വാർഷിക സമ്മേളനം നടക്കുമ്പോഴും രാജ്യമെമ്പാടുമുള്ള ജനങ്ങളെ മാനസികാവസ്ഥയ്ക്ക് മാറ്റി. Recommendation of Simon Commission. Provincial diarchy should be abolished and responsibility of ministers to the provincial legislature should be enlarged. The special power of the safeguarding of province and the protection of the minorities comes under the governor's power. The representation of province and other area constituted on basis of the population at the Federal Assembly recommended domination status of Burma and should be provided its own constitution. Recommended it the representation of Council of State would not be chosen on the basis of direct election but by indirect election through provincial council, which is more or less just like modern day election procedure as proportional representation. അങ്ങനെ ഈ സൈമൺ കമ്മീഷന്റെ റെക്കമെൻഡേഷനിൽ ഒരു രണ്ട് രീതിയിലുള്ള ഒരു പഠനം ഇന്ത്യയിൽ നടപ്പിലാകില്ല എന്നാണ് ഈ ഒരു മൊത്തത്തിലുള്ള റെക്കമെൻഡേഷനിൽ നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ഡയറക്റ്റ് ഇലക്ഷന്, ഇൻഡയറക്റ്റ് ഇലക്ഷൻ അങ്ങനെയൊന്നും വേണ്ട, അതുപോലുള്ള നടപടിയിൽ പോയാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അതൊരു പ്രതിഷേധത്തിന്റെ പണമടിക്കും എന്ന രീതിയിലായിരുന്നു ഈ റെക്കമെൻഡേഷൻ മൊത്തം പോയത്. പ്രവിശ്യ രാജഭരണം നിർത്തലാക്കുകയും പ്രവിശ്യ നിയമസഭകളിലെ മന്ത്രിമാരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും വേണം. പ്രവിശ്യകളുടെ സംരക്ഷണത്തിനും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനുമുള്ള പ്രത്യേക അധികാരം ഗവർണർ അധികാരികൾക്ക് കീഴിലാണ്.
ഫെഡറൽ അസംബ്ലിയിൽ കേന്ദ്രത്തിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പ്രവിശ്യകളുടെ മറ്റു പ്രദേശങ്ങളുടെ പ്രാതിനിധ്യം ബർമയ്ക്കായി ശുപാർശ ചെയ്ത ഡൊമിനിയൻ നിലയും അതിന്മേലായ ഭരണഘടനയും നൽകണം. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിന്റെ പ്രാതിനിധ്യം നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. പക്ഷേ പ്രൊവിൻഷ്യൽ കൗൺസിലിലേക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പ് നടത്താം. ഇത് ആനുപാതിക പ്രാതിനിധ്യമെന്ന ആധുനിക തിരഞ്ഞെടുപ്പ് നടപടിക്രമം പോലെ കൂടുതലോ കുറവോ ആണ്. Conclusion. Simon Commission was constituted under the leadership of Sir John Simon to look into a functioning of the constitutional system in India and suggested changes. It was officially known as the Indian Statutory Commission and consists of the 4 consecutive, 2 liberties and 1 liberal member from the British Parliament. Commission did not have a single Indian member. Hence, at their arrival, they greeted in the slogan "Go back, Simon." In order to protect the Viceroy, Lord Irwin announced an offer domination status of India on October 80, 1929, and Roundtable Conference on discuss future constitution. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സമരത്തിന്റെ ലാസ്റ്റ് വന്ന ഒരു കൺക്ലൂഷൻ ആണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറഞ്ഞാല് മുന്നോട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് ഒരു വട്ടമേശ സമ്മേളനം അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ട് പോയ പിന്നെ അങ്ങനെ പടിപടിയായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഉപസംഹാരം. ഇന്ത്യയിലെ ഭരണഘടനാ സംവിധാനത്തിന്റെ പ്രവർത്തനം പരിശോധിക്കാനും മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും സർ ജോൺ സൈമണിന്റെ നേതൃത്വത്തിലാണ് സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത്. ഔദ്യോഗികമായി ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നറിയപ്പെടുന്നു. ഇതിൽ 4 യാഥാസ്ഥിതികരും 2 തൊഴിലാളികളും ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഒരു ലിബറൽ അംഗവും ഉൾപ്പെടുന്നു. കമ്മീഷൻ ഒരു ഇന്ത്യ അംഗം പോലും ഉണ്ടായിരുന്നില്ല. അതിനാൽ അവരുടെ വരവിൽ അവർ സൈമൺ തിരികെ പോകുക എന്ന മുദ്രാവാക്യം നൽകി അഭിവാദ്യം ചെയ്തു. പ്രതിഷേധത്തെ മറികടക്കാൻ വൈസ്രോയി പ്രഭു ഇർവിൻ 1929 ഒക്ടോബറിൽ ഇന്ത്യക്ക് ഒരു ആധിപത്യ പദവിയും ഭാവി ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് പ്രഖ്യാപിച്ചു.